അല്ല, ശബരിമലയിലെ പ്രശ്നം ഒരു പ്രശ്നമായിട്ട് തന്നെ പലരും കാണുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് UDFന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘടിത പ്രചാരവേലയുണ്ടായിരുന്നു. ഇടതുപക്ഷം എന്തോ ശബരിമലയിൽ വലിയ കൊള്ള നടത്തുകയാണെന്നുള്ള നിലയിലാണ് അവർ പ്രചരിപ്പിച്ചിരുന്നത്. അന്വേഷണം പുരോഗമിച്ചു വരുന്ന സമയത്ത് അവിടുത്തെ എല്ലാ തട്ടിപ്പുകളുടെയും കേന്ദ്രമായിട്ട് കോൺഗ്രസും അതിന്റെ നേതൃത്വവും മാറുന്ന അനുഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെതിരെ വലിയൊരു ആരോപണം അല്ലെങ്കിൽ പാട്ടുമായി വന്നത് പോറ്റിയെ കയറ്റി എന്നുള്ളത് തിരിച്ചടിക്കോ? ഇപ്പൊ ആ പാട്ട് പാടുന്നില്ല അവര്. അതാണ്, ഇപ്പൊ ആ പാട്ട് പാടുന്നില്ല. കാരണം പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നതിപ്പോ വ്യക്തമായി. 2004 അദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹം അവിടെ വന്നു, അവിടെ തമ്പടിച്ചു, തട്ടിപ്പുകൾ തുടങ്ങി. ഇതെല്ലാം അതിന്റെ എല്ലാം ഉത്തരവാദിത്വത്തിൽ ആദ്യം ശിക്ഷിക്കപ്പെടേണ്ട സ്ഥിതിയിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡും അതിന്റെ നേതാക്കന്മാരും ഒക്കെയാണ്. അതങ്ങനെ വന്ന് ഡൽഹി വരെ നീണ്ടു നിൽക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പോ ജനങ്ങളുടെ മുൻപാകെ ഒരു വ്യാജ പ്രചരണം അടിച്ചുവിട്ടത് യഥാർത്ഥ കുറ്റവാളികളായിരുന്നു എന്ന് ഇപ്പോ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്.